ഒന്നുമില്ല, ഒരു ചെറിയ പനി പോലെ. ഞാനിപ്പോ ചുക്കാപ്പി കൊടുത്തിട്ടുണ്ട്. ഒരല്പം കൂടി കഴിഞ്ഞ് ചൂട് വിട്ടില്ലെങ്കിൽ ഞാൻ ഒരു പാരസെറ്റമോൾ കൊടുക്കും. അത്രയുള്ളൂ കാര്യം. അത് പോരാ, നമുക്ക് ഹോസ്പിറ്റലിൽ വരെ ഒന്ന് പോവാം. എന്റെ പൊന്ന് ചേച്ചി, ചേച്ചി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന അറിയാവുന്നത് കൊണ്ട് തന്നെ ഫോൺ ചെയ്തപ്പോ ഞാനത് പറയാതിരുന്നു. അനിയൻകുട്ടാ, എനിക്ക് പനിയൊന്നും ഇല്ല. ഇനിയിപ്പോ ഇവൻ അല്പം കൂടിയെന്ന് തന്നെ ഇരിക്കട്ടെ, ഞാനില്ലേ ഇവിടെ, ഞാൻ കൊണ്ടുപോവില്ലേ ഹോസ്പിറ്റലില്. ബാസി എപ്പോഴും ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? കല്യാണി ചേച്ചി, എന്റെ ബുദ്ധിമുട്ടിനെ കുറിച്ചൊന്നും പറയണ്ട. എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. സുബ്രഹ്മണ്യൻ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനാ. അദ്ദേഹം പരിചയപ്പെടുത്തിയതാണെങ്കിലും നിങ്ങളാരും അന്യരാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ആനന്ദ സാറിനെയൊക്കെ പരിചയപ്പെടാൻ കഴിഞ്ഞ തന്നെ എന്റെ ഭാഗ്യ. അതുകൊണ്ടല്ലേ ഇവനിപ്പം ചെറിയ പനിയാണെന്ന് അറിഞ്ഞപ്പോ ഞാൻ ഉടനെ ചേച്ചി വിളിച്ച് പറഞ്ഞത്. ഈ അവസ്ഥയില് എനിക്ക് തൃച്ചംബരത്തുനിന്ന് മാറി നിൽക്കാൻ കഴിയില്ല ബാസി, അതാ പ്രശ്നം. അതെനിക്കറിയാലോ. ചേച്ചി അവിടുന്ന് മാറി നിൽക്കരുത്. ഇപ്പൊ ചേച്ചി അവിടെ വേണം. ഇവന്റെ കാര്യം ഓർത്ത് ചേച്ചി വിഷമിക്കണ്ട. ഇവന് ലേശം പനിയുണ്ടെന്ന് മനസ്സിലായപ്പോ തന്നെ സുബ്രഹ്മണ്യൻ എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു. അങ്ങനെയാ ഞാൻ അറിഞ്ഞത്. സുബ്രഹ്മണ്യൻ നേരത്തെ വരും. അതുവരെ ഇവന്റെ കാര്യം അമ്പിളിയും ഞാനും കൂടെ നോക്കിക്കോളാം. ചേച്ചിയെ തിരിച്ചുകൊണ്ടാക്കിയിട്ട് ഞാൻ നേരെ ഇങ്ങോട്ട് തന്നെ വരും. ചേച്ചി ധൈര്യമായിട്ട് എന്നെ പൊക്കോ, എനിക്ക് പനിയൊന്നും ഇല്ല. നിങ്ങള് ഭക്ഷണം വല്ലതും കഴിച്ചോ? ഞാൻ വീട്ടിൽ നിന്ന് കഴിച്ചു. ഇവനുള്ളതെല്ലാം അമ്പിളി കൊടുത്തിട്ടുണ്ട്. എന്നാ ഞാനങ്ങോട്ട് പോയിക്കോട്ടെ. കല്യാണി ചേച്ചി ധൈര്യമായിട്ടിരിക്കെ, ഒന്നും പേടിക്കണ്ട. ഞാനൊരു പൊടി ഡോക്ടറല്ലേ. ശരി, പോട്ടെ അനിയൻകുട്ടാ. ശരി, സൂക്ഷിക്കണേ. പോവാം. ശരി. ആ കുടിക്കേ. എന്താ അരവിന്ദ്, എന്തെങ്കിലും കണ്ടെത്തിയോ? അതെ, നീ ഇവിടെ വന്നിരിക്കും. നോക്ക്. നോക്ക്, ഇതാണ് അമ്മ പറഞ്ഞ കനേഡിയൻ കമ്പനി, ഗുഡ് ഹോപ്പ് ഇന്റർനാഷണൽ. ഇതങ്ങനെ സാധാരണ കമ്പനിയൊന്നുമല്ല. വേൾഡ് വൈഡ് ആയിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരു വലിയ കമ്പനിയാണ്, ഒരു ഇന്റർനാഷണൽ കമ്പനി. ഓ, ശരിയാണല്ലോ. സൗത്ത് ഇന്ത്യയിൽ ഈ കമ്പനി ഇതുവരെ ലോഞ്ച് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ആയിട്ട് ഇവരെ അസോസിയേറ്റ് ചെയ്യുമ്പോഴേ നമ്മുടെ കമ്പനി എല്ലായിടത്തും അറിയപ്പെടും. ഇതൊരു മെഗാ പ്രൊജക്റ്റ് ആയിരിക്കും. നീ ലാബ് ഒന്ന്. പിന്നെ ഭാരിച്ച ചുമതലയായിരിക്കും എല്ലാവർക്കും. അതൊരു ത്രില്ലല്ലേ അരവിന്ദ്, നമ്മളെല്ലാരും ഇല്ലേ. പിന്നെ ആനന്ദ് മുമ്പിലുള്ളപ്പോ എല്ലാ കാര്യങ്ങളും വളരെ എളുപ്പമല്ലേ. അതെ അതെ, ബ്രോ ഇതിൽ ജോയിൻ ചെയ്യുന്നോണ്ടാ എനിക്ക് ഈ കാര്യത്തിലൊരു ഇൻട്രസ്റ്റ്. അതെ, നമ്മൾ എന്ത് പ്രൊജക്റ്റ് ആയിരിക്കും കണ്ടെത്തേണ്ടത്? അതാണല്ലോ പ്രധാന കാര്യം. ഹാൻഡ്ലൂം ആയാലോ? ഹാൻഡ്ലൂം അതൊന്നും ഒരു പുതുമയില്ലെന്നേ. കേരളത്തിൽ ഒത്തിരി ഇല്ലേ. ചായ. ടൂറിസം ആയാലോ? ടൂറിസം ഒന്നും ഈ പ്രത്യേക സാഹചര്യത്തിൽ പറ്റില്ല. മാത്രമല്ല, ടൂർ ഓപ്പറേറ്റിംഗിന് എണ്ണിയാൽ ഒതുങ്ങുന്ന ഗ്രൂപ്പുകൾ ചെറുതും വലുതായിട്ട് ഇവിടെ തന്നെ ഉണ്ട്. കേരളത്തിലെ ഒരുപാട് കായലുകളും പുഴകളും ഇല്ലേ. നമുക്ക് ഈ കായൽ സമ്പത്തിന്ന് എന്തെങ്കിലും പ്രത്യേക തരം ഫുഡ് പ്രോഡക്ട്സിനെ കുറിച്ച് ആലോചിച്ചാലോ? എടി,
പോസിറ്റീവായിട്ട് ചിന്തിക്കുമ്പോ അതിന്റെ നെഗറ്റീവ് കൂടി ചിന്തിക്കേ. അതൊന്നും ശരിയാവില്ലെന്ന്. ബ്രോ ഇരിക്കൂ ബ്രോ. എന്തായാലും എന്നെ കാണണമെന്ന് പറഞ്ഞേ? വിളിച്ചതേ പുതിയ ബിസിനസ് പ്രൊജക്ടിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ തന്നെയാ. ഇതാണ് അമ്മ പറഞ്ഞ കമ്പനിയുടെ സൈറ്റ്. ഞാൻ ഇതിന്റെ അകത്തൊന്ന് കേറി നോക്കി. നോക്കൂ ബ്രോ. എന്ത് പ്രോഡക്റ്റാ നമ്മൾ ചെയ്യേണ്ടതിനെ കുറിച്ച് നമ്മൾ വെറുതെ ഒരു ഡിസ്കഷൻ വെക്കുമായിരുന്നു. നോക്കൂ ബ്രോ. അല്ല ഇതെന്താകെ വല്ലാതിരിക്കുന്നേ? എന്താ ഡെസ്പാണോ? എന്തു പറ്റി? എന്താ ആനന്ദ്, അഖിലാന്റി പിന്നെയും? പറയൂ ബ്രോ, എന്താ കാര്യം? എന്തൊരു ടെൻഷൻ? അകന്ന് നിന്നുകൊണ്ട് നിങ്ങളെ സ്നേഹിച്ചാൽ മതിയെന്ന് ഒരിക്കൽ കൂടി തോന്നുക. ഞാനും കല്യാണി ഇങ്ങോട്ട് തിരികെ വരരുതായിരുന്നു. ഇതെന്താ ബ്രോ ഇങ്ങനെയൊക്കെ പറയുന്നേ? അനുഭവങ്ങളല്ലേ അരവിന്ദ്, നമ്മളെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കുന്നതും ചിന്തിപ്പിക്കുന്നതും ചില തീരുമാനങ്ങൾ എടുപ്പിക്കുന്നതും. അകലം പാലിച്ച് നിൽക്കുമ്പോ ബന്ധങ്ങൾക്ക് കെട്ടുറപ്പുണ്ടാവും എന്നെനിക്കിപ്പോ തോന്നുന്നു. എന്താണ് ഉണ്ടായെന്ന് പറയൂ ബ്രോ. ഇവിടെ ഞാനൊരു അന്യനാണെന്ന് തോന്നുന്നു അരവിന്ദ്. അമ്മയ്ക്ക് എന്നെ ഇതുവരെ മനസ്സിലായിട്ടില്ല. ഒറ്റ വാക്കി പറഞ്ഞ അമ്മ എന്നോട് ഇതുവരെ ക്ഷമിച്ചിട്ടില്ല. ക്ഷമിക്കാനൊട്ട് തയ്യാറുമല്ല. എന്താ ബ്രോ, അമ്മയുടെ സ്വഭാവം ബ്രോയ്ക്ക് അറിയാവുന്നതല്ലേ? അതല്ല അരവിന്ദ്, അമ്മയ്ക്ക് എന്നോടുള്ള വൈരാഗ്യം മാറിയിട്ടില്ല. അമ്മ പൂർണ്ണ മനസ്സോടെ അല്ല ഓരോ കാര്യങ്ങളും പറയുന്നതും പ്രവർത്തിക്കുന്നതും. പറയുന്ന കാര്യങ്ങൾ നടപ്പാക്കാൻ ഓരോരോ തടസ്സവാദങ്ങൾ. ഞാനൊരു തെറ്റുകാരനാണെന്ന കുറ്റബോധമാ ഇപ്പൊ എന്നെ വേട്ടയാടുന്നത്. ഞാൻ അമ്മയുടെ മകനായി ജനിച്ചത് തെറ്റ്, അല്ലെങ്കിൽ കല്യാണിയുടെ ഭർത്താവായത് തെറ്റ്. ഏത് ഭാഗത്തുനിന്ന് നോക്കിയാലും തെറ്റുകാരൻ തന്നെയാണെന്നുള്ള ബോധ്യം. ഐ എം ടോട്ടലി ഡിസ്റ്റർബ്ഡ്. ആന്റി ആനന്ദിനോട് ചിലപ്പോഴൊക്കെ അങ്ങനെ കാണിക്കുന്നേ ഉള്ളൂ. ആനന്ദ് ഇല്ലാത്തൊരു ലോകം അഖിലാന്റിക്ക് ഇല്ല. അതെ ബ്രോ, ബ്രോ വെറുതെ ഇങ്ങനെ വിഷമിക്കുക. അമ്മയ്ക്കെന്നും ബ്രോയാണ് വലുത്, ഞാനൊന്നും ഒന്നുമല്ല. എന്റെ ബ്രോ എന്നെ ബിസിനസ് കാര്യത്തിലൊന്നും അമ്മ തൊടിപ്പിച്ചിട്ട് പോലുമില്ല. അച്ഛൻ പറഞ്ഞ പോലെ അമ്മ ചിലതൊന്നും കേൾക്കാറ് പോലുമില്ല. പക്ഷേ ബ്രോ പറഞ്ഞ അമ്മ കേൾക്കാറുണ്ട്. അച്ഛനും അങ്ങനെ തന്നെയാ. ബ്രോയോടാണ് കാര്യം. ആ സ്നേഹം മുഴുവൻ അനുഭവിച്ച ആളല്ലേ എന്റെ ബ്രോ. പിന്നെ എന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? സ്നേഹക്കൂടുതലുള്ളവരോട് കലഹിക്കുന്നത് ആന്റിയുടെ ഒരു പ്രത്യേകത. അതുകൊണ്ട് ആന്റി പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒന്നും ആനന്ദ് കാര്യമാക്കരുത്. ആന്റിയുടെ സ്നേഹത്തിന്റെ ആഴം ആനന്ദിനെ ഏറ്റവും കൂടുതൽ അറിയൂ. എല്ലാവരും വളരെ അത്ഭുതത്തോടു കൂടി നോക്കിയിട്ടുള്ള ഒരു അമ്മയും മകനുമാ ആന്റിയും ആനന്ദും. ബ്രോ ബ്രോ അങ്ങനെ വിഷമിക്കല്ലേ. ബ്രോയുടെ മുഖമൊന്നും ഇരുണ്ട ഇവിടെ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് ഞാനാ, അതറിയോ? ആരില്ലെങ്കിലും ഞാനില്ലേ എന്റെ ബ്രോയ്ക്ക്, ഞങ്ങളില്ലേ എന്റെ ബ്രോയുടെ കൂടെ. ബ്രോ ബ്രോ എനിക്ക് തന്ന സ്നേഹത്തിന്റെ ഒരു അംശം ഞാൻ തിരിച്ചു തന്നിട്ടുണ്ടോ? ബ്രോയ്ക്ക് വേണ്ടി എന്റെ ജീവൻ വരെ തരാൻ ഞാൻ തയ്യാറാ. എന്റെ ജീവൻ വരെ. ഞാൻ എന്റെ സങ്കടം ഷെയർ ചെയ്യാൻ വന്നു, അപ്പൊ നീ കരയുന്നു. ഏയ്, നീ കരയരുത്, അതെനിക്ക് സഹിക്കില്ലടാ. എനിക്ക് അമ്മയെ മാത്രമല്ല, പലപ്പോഴും കല്യാണിയെ മനസ്സിലാവുന്നില്ല. ഈ വീട്ടിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കാത്തവളാ. ഇപ്പൊ ഇവിടെ മതി അവക്ക്. ഇവിടെ പലതരത്തിൽ അപമാനിതയായവളാ അവള്. അമ്മയുടെ കണ്ണിലെ കരടാ. എന്നിട്ടും അവൾക്കിപ്പോഴും തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി വേണം. എനിക്കെന്റെ അമ്മയും പിടികിട്ടുന്നില്ല, കല്യാണിയും പിടികിട്ടുന്നില്ല. ഇവരുടെ രണ്ടുപേരുടെ ഇടയിൽ കിടന്ന് ഞാൻ ഞെരുങ്ങുക. ഇവിടെ ഇത്രയും കാര്യങ്ങളൊക്കെ നടക്കുമ്പോ നിങ്ങൾ രണ്ടുപേരും ബിസിനസ് കാര്യങ്ങളെക്കുറിച്ച് തല പുകഞ്ഞ് ചർച്ച ചെയ്യുന്നു. ഇതൊക്കെ കല്യാണിക്ക് വേണ്ടിയല്ലേ? അവളിതേ ഇതിലൊന്നും ഇടപെടാതെ അടുക്കളയില്ല. എന്താ ഇവരുടെയൊക്കെ മനസ്സില്?
അത് പോട്ടെ ബ്രോ, എല്ലാം സഹിക്കും ക്ഷമിക്കും ചെയ്യുന്ന ആളല്ലേ ബ്രോ, അതങ്ങോട്ട് വിട്ടേക്ക്. അതെ, നമുക്ക് ഈ ബിസിനസ് പ്രോജക്റ്റിന്റെ കാര്യങ്ങൾ സംസാരിക്കാം. അത് മാത്രമല്ല, എന്ത് പ്രൊഡക്റ്റാണ് ചെയ്യേണ്ടത് ഡിസ്കസ് ചെയ്യണ്ടേ? അല്ല, അതിന് ഞാൻ ചില ഡിമാൻഡുകൾ അമ്മയുടെ മുന്നിൽ വെച്ചല്ലോ. അതിന് അമ്മ ഇതുവരെ മറുപടി തന്നിട്ടില്ല. അമ്മ അതിന് ഉത്തരം തരട്ടെ, എന്നിട്ടേ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കൂ. അല്ല ബ്രോ, നല്ല ടേസ്റ്റുള്ള ആഹാരല്ലേ നന്ദന? സംശയമുണ്ടോ? അല്ലെങ്കിൽ തന്നെ കല്യാണി കിച്ചണിൽ കയറിയ ആഹാരത്തിന്റെ ഒരു പ്രത്യേക രുചിയാണ്. 100 പ്രാവശ്യം നമ്മളിത് പറഞ്ഞതാണെങ്കിലും വീണ്ടും വീണ്ടും പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അല്ല, കല്യാണിനല്ലേ ഭക്ഷണം ഉണ്ടാക്കിയേ? അതെ, എന്നെ കൊണ്ട് ഒന്നും ചെയ്യിപ്പിച്ചില്ല. പാചകവും ഒരു കലയാണ്. നിറഞ്ഞ മനസ്സോടെ അത് ഉണ്ടാക്കുമ്പോഴാണ് അതിനൊരു രുചി വരുന്നത്. അതെ, ആഹാരത്തിന് ടേസ്റ്റ് വരുന്നതേ ടേസ്റ്റ് ഉള്ള സാധനങ്ങൾ ചേർത്തോണ്ടാ, അല്ലാതെ അത് കൈപുണ്യം കൊണ്ടൊന്നുമല്ല. ശരി, ഇവര് നാവനൊക്കെ ഇവിടെ വിഷവാതകം പടരും. എന്താ രവിന്ദ്, എന്താ നീ നന്ദനയോട് പറഞ്ഞേ? അതൊന്നുമില്ല, ഞങ്ങളെ ഈ ക്ലൈമറ്റ് ചേഞ്ച് ആവാത്ത എന്താ, മഴ പെയ്യുന്നില്ലല്ലോ എന്ന് ഞാൻ നന്ദനോട് പറയായിരുന്നു. അല്ലടി? അതെ അതെ. അല്ല, കല്യാണിയോട് എന്തോ സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കുകയാണ്. സ്പെഷ്യൽ ഫുഡാ? ആർക്ക്? നന്ദന മാഡത്തിന്. അതെന്തിനാ? ഇതെടുത്ത് കഴിക്കരുത്, കുറച്ചുകൂടി കഴിച്ചൂടെ? ഓക്കെ, ഞാൻ കഴിക്കാം. നന്ദന, എന്താ കല്യാണി അത്? ഇത് നന്ദനയ്ക്ക് മാത്രം കഴിക്കാനുള്ളതാ. അതെന്താപ്പത്? ഞങ്ങൾ ചോദിച്ച കുഴപ്പാവും? അതൊന്നുമല്ല, ഇത് വിശേഷമുള്ളവർ കഴിക്കേണ്ട ഒരു ഔഷധക്കൂട്ട. പഴവർഗ്ഗങ്ങൾ കൊണ്ടുണ്ടാക്കിയതാ. അവക്കാഡോ, ഓറഞ്ച്, ആപ്പിള്, മുന്തിരി തുടങ്ങിയവയെല്ലാം കൊണ്ടുണ്ടാക്കിയതാ. ഇതില് പ്രത്യേകം മരുന്നുകളും ചേർത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാവർക്കും കഴിക്കാൻ പറ്റിയതല്ല. അപ്പൊ നമുക്ക് കഴിക്കാൻ പറ്റില്ല. കഴിക്കുന്നതിന് താങ്ക്സ് കല്യാണി, താങ്ക്സ്.
ആനന്ദ്, അമ്മേ. നാളെ ഒരു പ്രസ് മീറ്റ് വിളിക്കണം. ഇവിടെ മതി. മീഡിയക്കാരെ എല്ലാവരെയും വിളിച്ചേക്ക്. ശരി അമ്മേ. നാളെ ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം നടത്താൻ പോവാം. എന്നു മാത്രമല്ല, ഒരു സെറിമണി നടക്കാൻ പോവാ. പ്രഖ്യാപനം നടത്താൻ എനിക്ക് യോഗ്യതയുള്ളതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ പുതിയ ബ്രാൻഡ് അംബാസിഡറെ നിയമിക്കാൻ പോകുന്നു. മീഡിയക്കാർ നിർബന്ധമായി എല്ലാവരും ഉണ്ടാവണം. അവരുടെ മുൻപിലായിരിക്കും ബ്രാൻഡ് അംബാസിഡറെ പ്രഖ്യാപിക്കുന്നത്. കല്യാണി. മാഡം. കല്യാണി തന്നെയായിരിക്കും പുതിയ ബ്രാൻഡ് അംബാസിഡർ. കല്യാണി, എന്റെ പൊന്നോ, ഞാനിത് എന്താ? അയ്യോ, കൈ കേട്ട. ഒരു മിനിറ്റ്. ഭയങ്കര സന്തോഷായി. മൈ ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ്. എന്റെ ദൈവമേ, അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു സന്തോഷമുള്ള വാർത്ത കിട്ടും. അമ്മ പറഞ്ഞപ്പോ ഞാനാകെ ടെൻഷനായി. കല്യാണി, എന്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ. അഭിനന്ദനങ്ങൾ, എന്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. ആശംസകൾ കല്യാണി. താങ്ക് യു സുജാതേച്ചി. എന്താ ബ്രോ ഒന്നും മിണ്ടാത്തെ? അമ്മയുടെ ഈ തീരുമാനത്തിൽ വളരെ സന്തോഷമുണ്ട് അരവിന്ദ്. ഇത്രേ ഉള്ളൂ ബ്രോ നമ്മുടെ അമ്മ. ഇപ്പൊ മനസ്സിലായല്ലോ. എന്തായാലും നല്ലൊരു ദിവസമാണെന്ന്. കുറച്ചെനിക്കും ബാക്കി വയ്ക്കോ? അയ്യടാ, ഇതെനിക്ക് മാത്രാണേ. അരവിന്ദ് വേണോ? കല്യാണി മോളെ, വെരി ഗുഡ്. അഭിനന്ദനങ്ങളും ആശംസകളും. സന്തോഷമായി. ഇത് ഞാൻ പ്രതീക്ഷിച്ചിരുന്നതല്ല. പക്ഷേ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്തത് പ്രവർത്തിക്കുന്നതാണല്ലോ അഖിലയുടെ ഒരു രീതി, അഖിലയുടെ ഒരു സ്വഭാവം. ഇപ്പോൾ കൈവന്ന സന്തോഷത്തിൽ മതിമറക്കുകയല്ല വേണ്ടത്. സന്തോഷിക്കാം, പക്ഷേ അതിനോടൊപ്പം നീ തന്നെ ചോദിച്ചു വാങ്ങിയ വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. അതിനെക്കുറിച്ച് ബോധവതിയായിരിക്കണം. ആ ഉത്തരവാദിത്വം വളരെ കൃത്യമായിട്ടും സത്യസന്ധമായിട്ടും നിർവഹിക്കുമ്പോഴാണ് ആ പദവിയുടെ മഹത്വം മനസ്സിലാവുന്നത്. ഏറ്റെടുത്ത ജോലി അത്ര എളുപ്പമാണെന്ന് ഒരിക്കലും വിശ്വസിക്കരുത്. നീ പ്രോജക്റ്റ് ഡിസൈൻ ചെയ്ത് സബ്മിറ്റ് ചെയ്യാൻ പോകുന്ന കമ്പനി ഒരു ഇന്റർനാഷണൽ കമ്പനിയാണ്. ലോകത്തിലെ എല്ലാ ബിസിനസ് രാജാക്കന്മാരും ഉറ്റുനോക്കുന്ന കമ്പനി. അതിൽ വിജയം നേടണം. നീ നേടുന്ന വിജയം ആകാശത്തോളം ഉയർന്നതായിരിക്കും. അത് ചിന്തിക്കണം. നാളെ ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ബ്രാൻഡ് അംബാസഡർ ആയിട്ടുള്ള നിന്റെ സെറിമണിയാണ്. അത് നടക്കട്ടെ. അതല്ല വിഷയം. ഉത്തരവാദിത്വം, സമയബന്ധിതമായി കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ട നിന്റെ ഉത്തരവാദിത്വം, അത് മറക്കരുത്. അതെ, പിന്നെ ടെൻഷനൊന്നും അടിക്കണ്ട, നമുക്ക് സെറ്റാക്കാം.
സന്തോഷായില്ലേ? വാ നമുക്ക് പോവാം.